السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. وإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൗണ്ട് ഒന്ന് കൂട്ടിയാൽ തിരക്കില്ല. ഈ മൈക്ക് വർക്ക് ചെയ്യണ്ടോ? രണ്ടും മൊത്തം വർക്ക് ചെയ്യാം. ബഹുമാനരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള മഹാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യകരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ സമാഗതമായ ആദ്യ ദിവസത്തിൽ തന്നെ സ്വഹാബത്തിന് നൽകിയ സന്തോഷ വാർത്ത, അറ്റാക്കും റമദാൻ ഷഹ്റുൽ മുബാറക്, ഇതാ നിങ്ങൾക്ക് അനുഗ്രഹീതമായ മാസം വന്നെത്തിയിരിക്കുന്നു. അതിൽ 1000 മാസത്തേക്കാൾ അതിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറഞ്ഞത്, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ആർക്കെങ്കിലും ആ നന്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ നന്മ തടയപ്പെട്ടു കഴിഞ്ഞാൽ അവന് എല്ലാം തടയപ്പെട്ടവനായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ആ മഹത്തായ രാത്രികളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ അഥവാ ഒരു പുരുഷായുസ് മുഴുവൻ നാം സൽക്കർമ്മങ്ങൾ ചെയ്താൽ നേടിയെടുക്കാൻ പറ്റാത്ത അത്ര പ്രതിഫലമാണ് ഒരു രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യൻ 83 വർഷം ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ചെറുപ്രായം, കുട്ടിപ്രായം, അതുപോലെ തന്നെ ബാലകാലം, അതുപോലെ ബാല്യകാലവും കൗമാരവും യുവത്വവും കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുന്നത് വരെയുള്ള അവന്റെ ജീവിതത്തിലെ വ്യത്യസ്ത സമയങ്ങൾ അവന് ആരാധന നിർവഹിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ലഭിക്കുന്നത്. അവന്റെ ജോലിയിലും ഉറക്കത്തിലും മറ്റുള്ള കളികളിലും ഒക്കെ അവന് സമയം ഒരുപാട് നഷ്ടമാകുകയാണ്. നിരന്തരമായി ആരാധനകൾ ചെയ്താൽ അവൻ ഇടതടവില്ലാതെ ആരാധന ചെയ്യുന്ന ഒരു 83 വർഷം ആരാധന ചെയ്യുന്ന ഒരു പുണ്യമാണ് ഒരു രാത്രി കൊണ്ട് അല്ലാഹു നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുള്ളത്. അത്രത്തോളം പ്രാധാന്യമുള്ള, പ്രതിഫലമുള്ള, മഹത്വമുള്ള ദിനരാത്രങ്ങളാണ് ഇനി വരാനിരിക്കുന്ന, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശേഷിക്കുന്ന ദിനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റമദാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് 29 ദിവസമുണ്ട് എന്നല്ല, അതല്ലെങ്കിൽ ഒരു മാസമുണ്ട് എന്നല്ല അല്ലാഹു പറഞ്ഞത്. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ. നോക്കൂ നിങ്ങൾ, എണ്ണപ്പെട്ട ദിനങ്ങൾ. ഇന്നലെ മിഞ്ഞാന്നാണ് റമദാൻ നമ്മിലേക്ക് കടന്നു വന്നത് എന്ന് തോന്നുമാറ് റമദാൻ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് കടന്നു കഴിഞ്ഞു പോകുന്നത്. ഇനി വളരെ തുച്ഛമായ 4-5 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ റമദാൻ നമ്മെ കാത്തു നിൽക്കുന്നില്ല. റമദാൻ വിട പറഞ്ഞു പോകുമ്പോ ആ റമദാൻ കൊണ്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കിയത്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന വിചിന്തനമാണ് ഈ സമയത്ത് നമ്മൾ നടത്തേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ റമദാനിന്റെ അഹ്ല റമദാൻ പ്രോഗ്രാമുകളിലും ഖുതുബകളിലും എല്ലാം കേട്ട ആയത്താണ്. എന്നാൽ അതിൽ പ്രധാനമായി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അതിനാണ്. പ്രിയപ്പെട്ടവരെ, ഈ 25 നോമ്പ് നമ്മളിൽ നിന്ന് പിന്നിടുമ്പോ ആ തഖ്വ ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് തഖ്വ? എന്താണ് തഖ്വ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് ചൂണ്ടിട്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. ദാ ഇവിടെയാണ് തഖ്വയുള്ളത്. നിസ്കാരത്തയമ്പ് നോക്കി, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചത് നോക്കി, തൊപ്പി നോക്കി, താടി നോക്കി, അവന്റെ ജമാഅത്തിന് പോകുന്ന അവന്റെ അവസ്ഥ നോക്കിക്കൊണ്ടല്ല തഖ്വ അളക്കേണ്ടത്. അത് തഖ്വയുടെ പുറം മൂടികളാണ്. അത് തഖ്വയുള്ള ആളുകളുടെ പുറത്തേക്കുള്ള അടയാളങ്ങളാണ് എന്നത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് അവന് തഖ്വയുണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുക എന്നതാണ് തഖ്വ. അത് എവിടെയായിരുന്നാലും, ഒറ്റക്കാണെങ്കിലും ഇരട്ടക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും, അതുപോലെ തന്നെ സ്വകാര്യതയിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ആ തഖ്വ പാലിച്ച് ജീവിക്കുവാനുള്ള ഒരു പരിശീലനമാണ് 1 മാസത്തെ നോമ്പിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കിയത്. എന്താണ് നോമ്പിലൂടെ ലക്ഷ്യമാക്കിയത്? അള്ളാഹു തഖ്വയാണ് ലക്ഷ്യമാക്കിയത്. അതുകൊണ്ട് തഖ്വ ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസരംഗത്ത് പാളിച്ചയുണ്ടായാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരു കർമ്മം സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ, ഒരു അമൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 3 നിബന്ധനകൾ അത്യാവശ്യമാണ്. ആ 3 നിബന്ധനകൾ എന്താണ്? ഒന്ന് അൽ ഈമാനു ബില്ലാഹ്, അൽ ഇഖ്ലാസു ലില്ലാഹ്, ഇത്തിബാഉ റസൂലില്ലാഹ്. ഇത് 3ഉം വേണം. ഒന്നാമതായി വേണ്ടത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അല്ലാഹു പറഞ്ഞത്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ജംബി. തറാവീഹ് നമസ്കാരത്തെ കുറിച്ച്, രാത്രി നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ
ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ജംബി. ലൈലത്തുൽ ഖദ്റിലെ നിന്ന് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ജംബി. ഇവിടെയൊക്കെ നിബന്ധന എന്താ? ഈമാൻ ഉണ്ടാകണം വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടി. ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ, ആരെങ്കിലും രാത്രി റമളാനിൽ നിന്ന് നമസ്കരിച്ചാൽ, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ നിന്ന് നമസ്കരിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈമാനാണ് ഒന്നാമത്തെ നിബന്ധന. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ ശിർക്ക് കടന്നു വരാതിരിക്കാൻ അവിടെയും അല്ലാഹു തെര്യപ്പെടുത്തുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ ഫലയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹു പറയാണ്, എന്റെ അടിയാന്മാർ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ പറയുക നബിയെ, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഞാൻ അവരുടെ അടുത്തുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ, അവരുടെ ഫലമേൽപ്പിക്കലുകൾക്ക്, അവരുടെ സഹായ തേട്ടങ്ങൾക്ക്, അവരുടെ സങ്കടങ്ങൾക്കെല്ലാം ഞാനിതാ ഉത്തരം ചെയ്യാൻ അവരുടെ സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, അവർക്ക് ഞാൻ ഉത്തരം നൽകും. അവർ എന്റെ ആഹ്വാനം അംഗീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ എന്ന് അള്ളാഹു പറയാൻ നോമ്പിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിലാണ് അള്ളാഹു ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ചാൽ, തൗഹീദിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും. അതല്ലേ ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു കൽപ്പിച്ചത്. അത് നമ്മുടെ റസൂലായ അഷ്റഫുൽ ഖൽഖിനോട് പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ഹേ പ്രവാചകരെ, ഹേ നബിയെ, നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകിയതെന്തോ അത് നിനക്കും നൽകുകയാണ്. ലൈൻ നശറക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും, നീ നഷ്ടകാരിൽ പെട്ടുപോകും. അഷ്റഫുൽ ഖൽഖായ റസൂലിനോടാണ് ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതെന്തിനാ റസൂലിനെ പഠിപ്പിക്കുന്നത്? റസൂൽ ശിർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല, നമുക്ക് പഠിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖായ റസൂലിനോട് പോലും ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാരായ നമുക്ക് ശിർക്ക് വരാൻ അതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റമളാൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ റമളാനിന്റെ 17ാമത്തെ ദിവസം കടന്നു വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല പള്ളികളിൽ നിന്നും നമ്മൾ കേട്ടതെന്താണ്? ലോകത്തിന്റെ സത്താവായി അണ്ടകടാഹങ്ങളെ മുഴുവൻ ശ്രദ്ധിച്ചു പരിപാലിക്കുന്ന, നമുക്കന്നം നൽകുന്ന, നമുക്ക് വായു നൽകുന്ന, നമുക്ക് വേണ്ടി ഈ അണ്ടകടാഹങ്ങളെ എല്ലാം ശ്രദ്ധിച്ചു പരിപാലിച്ച നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രം നാം ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി സജ്ജമാക്കിയ ആ ലോകത്തിന്റെ സത്താവ്, അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന ആ റബ്ബിൽ പങ്കു ചേർക്കുന്ന ആ എത്രയോ വലിയ പാതകമാണ് റമളാനിന്റെ 17 ദിനരാത്രങ്ങളിൽ നമ്മൾ കേട്ടത്, നമ്മൾ കണ്ടത്. എന്തിനാ ബദർ ഉണ്ടായത്? പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ബദർ ഉണ്ടായത് എന്ന് നമ്മൾ പഠിക്കണം. എന്താണ് ബദർ? എന്തിനാണ് ബദർ? എന്തിനാണ് ബദറിൽ അവർ അടരാടിയത്? രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയവരുടെ വിശ്വാസം എന്തായിരുന്നു? നമ്മൾ പഠിക്കേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബിന്റെ വിശ്വാസം എന്തായിരുന്നു? അബ്രഹത്തിന്റെ പട്ടാളം കഅബാലയം പൊളിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. അബ്രഹത്തിന്റെ പട്ടാളം കടന്നു വരുമ്പോ അവർ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ പിടിച്ചെടുത്തപ്പോൾ അബ്ദുൽ മുത്തലിബ് അവരോട് പറഞ്ഞ വർത്തമാനം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കഅബാലയം അല്ലാഹുവിൻ്റെതാണ്, ആ കഅബാലയത്തിന്റെ രക്ഷിതാവ് അതിനെ സംരക്ഷിക്കും. പക്ഷേ ഈ മൃഗങ്ങൾ, ഈ ഒട്ടകങ്ങളൊക്കെ എന്റേതാണ്, അതെനിക്ക് തിരിച്ചു തരണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും ആ കഅബാലയത്തെ സംരക്ഷിച്ചിരുന്നവരുമാണ് അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള ആളുകൾ. തീർന്നില്ല. മഹാനായ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് മഹാനായ പ്രവാചകന്റെ ഉപ്പയുടെ പേരെന്തായിരുന്നു? അബ്ദുൽ മുത്തലിബ്. തന്റെ മകന് നൽകിയ പേരെന്തായിരുന്നു? അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ എന്നായിരുന്നു. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ, അതല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന് പറയാനല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്.
ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമത്തെ നുബൂവത്തിന്റെ വഹിയിന്റെ ആദ്യാക്ഷരങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങിക്കൊണ്ട് പേടിച്ചു വിറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രിയപത്നിയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോ സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ടു മൂടിത്ത ഖദീജ എന്ന് പറഞ്ഞ് കടന്നു വന്നപ്പോ പുതപ്പിട്ടു മൂടിക്കൊടുത്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞത്, കല്ലാ വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, വേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, അല്ലാഹുവാണേ സത്യം, അല്ലാഹു അങ്ങയെ കൈവെടിയുകയില്ല, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പാവങ്ങളുടെ അത്താണിയാണ്, പ്രയാസപ്പെടുന്നവരുടെ ചുമലുകൾ ഏൽക്കുന്നവനാണ്, എല്ലാവർക്കും തന്നെയാണ്, അതുകൊണ്ട് അങ്ങയെ അല്ലാഹു കൈവെടിയുകയില്ല. ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഈ വഹി വന്നിട്ടേയുള്ളൂ. വഹിന്റെ വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതിനു മുമ്പേ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഖദീജ റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായിരുന്നു, അബ്ദുള്ള എന്ന തന്റെ പിതാവിലുണ്ടായിരുന്നു, അബ്ദുൽ മുത്തലിബ് എന്ന തങ്ങളുടെ വല്ലിപ്പയ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പോരാ, ഈ ബദറിലേക്ക് കടന്നു വരുമ്പോ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? മാത്രവുമല്ല, ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ അബൂജഹൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഖ്തഅനാ ലിർറഹിം വഅതാനാ ബിമാ ലാ തഅരിഫ് ബിമാ ലാ നഅരിഫ് ഫഅഹിൻഹുൽ ഗദാത്. അബൂജഹലാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഞങ്ങളിൽ ഏറ്റവും അധികം കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ, കുടുംബബന്ധം മുറിച്ചവൻ. എന്താ കുടുംബബന്ധം മുറിച്ചത്? കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ നബിയെ കുറിച്ച് പറഞ്ഞത്. ഇദ്ദേഹം പറയുന്ന, അഥവാ അബൂജഹൽ പറയുന്ന കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അവർക്കിടയിൽ ഭിന്നതയുണ്ടായി. ബാപ്പയും മകനും എതിരായി, ഭാര്യയും ഭർത്താവും തെറ്റി, ഉമ്മയും മകനും എതിരായി. ഇതാ അബൂജഹൽ പറയുന്ന കുടുംബബന്ധം മുറിക്കുക. അതുകൊണ്ട് ഈ കുടുംബബന്ധം മുറിക്കുന്ന ആ ആള്, ഈ പുത്തൻവാദിയായ ഇവനെ നീ നിന്ദ്യമാക്കണമേ എന്നാണ് റബ്ബിനോട്, ലോകത്തിന്റെ സൃഷ്ടാവിനോടാണ് അബൂജഹലും പ്രാർത്ഥിക്കുന്നത്. പിന്നെന്തിനാ പ്രിയപ്പെട്ടവരെ ബദറുണ്ടായത്? ഇവിടെയല്ലേ വ്യത്യാസം? ബദറിൽ അബൂജഹലിന്റെ വിശ്വാസവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും വിശ്വാസം എന്താണ്? രണ്ടുപേരും പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. ബദറിന്റെ രണാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ വിശ്വാസികളുടെ രണ്ടിരട്ടി വരുന്ന ആ സൈന്യം, 300 ചില്ലാനം വരുന്ന വിശ്വാസികൾക്കെതിരെ നിൽക്കുന്നത് 1000-ഓളം വരുന്ന ശത്രു സൈന്യമാണ്. വലിയ ആയുധങ്ങളുണ്ട്, എല്ലാ സന്നാഹങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പരിചാരകരുണ്ട്, നൃത്തമുണ്ട്, മദ്യപാനമുണ്ട്. അവിടെ അവർ ഒട്ടകങ്ങളെ, 100 കണക്കിന് ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർ ആർമാദിക്കുകയാണ് ബദറിന്റെ ആ രണാങ്കണത്തിൽ രാത്രിയിൽ. ആ സമയത്ത് അതാ ഇപ്പുറത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും തൊണ്ടയിടറുമാറ്, കണ്ണുകളിൽ ഈറനണിയിച്ചുകൊണ്ട്, കൈകൾ വിറച്ചുകൊണ്ട്, വിറക്കുന്ന ചുണ്ടുകളുമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാധനാ കർമ്മങ്ങൾ നിരതരാണ്. അള്ളാഹുവിന്റെ റസൂല് കൈകൾ കച്ചത്തിലെ വള്ള കാണുമാറ് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതെന്താ? അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർളി അബദാ. റസൂലും പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ പൂർത്തീകരിച്ചു തരണമേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ നൽകണമേ. അല്ലാഹുവേ, ഈ മുസ്ലിങ്ങളിൽപ്പെട്ട ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ യുദ്ധത്തിൽ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുവാൻ ഈ ഭൂമിയിൽ ആരും അവശേഷിക്കുകയില്ല അല്ലാ എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലേ മതി, അള്ളാഹു അങ്ങയുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ചോദിക്കുന്നത്, യുക്തിയുള്ളവരെ, ബുദ്ധിയുള്ളവരെ, അള്ളാഹു ബുദ്ധി നൽകിയ
നൽകിയ മനുഷ്യരെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ മൃഗങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കിയത് എന്താണ്? നമുക്ക് അല്ലാഹു വിവേകം നൽകി എന്നതാണ്, ബുദ്ധിശക്തി നൽകി എന്നതാണ്. ഇത് നാളെ റബ്ബ് ചോദ്യം ചെയ്യുമെന്നത് സത്യമാണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ്-സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾക്കറിവില്ലാത്ത യാതൊന്നിന്റെയും പിറകെ നിങ്ങൾ പോകരുത്. തീർച്ചയായും നിങ്ങളുടെ കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ ചിന്താശേഷിയുമെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ലോകത്തിന്റെ സത്താവ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും ആ അബൂജഹലിനെതിരെ യുദ്ധം ചെയ്തത്? അവിടെയാണ് വേർതിരിവ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് വ്യത്യാസം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല തന്നെ. ഈ ഒരു സത്യം, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല. ലാത്തയില്ല, ഉസ്സയില്ല, മനാത്തയില്ല, ഇബ്രാഹിം നബിയില്ല, ഇസ്മായിൽ നബിയില്ല. അവരൊന്നും ആരാധനക്കർഹനല്ല. സത്യം ചെയ്യാൻ പാടില്ല, വരമേൽപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സഹായാർത്ഥനകൾ നടത്താൻ പാടില്ല. അവരാരും പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് സ്ഥാപിച്ചപ്പോൾ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അല്ലാഹു മാത്രമാണ് ആരാധനകൾ മുഴുവൻ അർഹിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് അവർക്ക് ചൊടി വന്നത്. അതുവരെ 40 വയസ്സ് വരെ വ്യഭിചരിക്കാതെ മദ്യപിക്കാതെ മറ്റുള്ള തിന്മകളിലേക്കൊന്നും എത്തി നോക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപസുരക്ഷിതനായി, അൽ അമീനായി, വിശ്വസ്തനായി, സത്യസന്ധനായി, അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും പഞ്ചായത്ത് പറയുന്ന നേതാവായി അവിടെ ഉണ്ടായിട്ടും അവർ പ്രവാചകന്റെ മാതൃക പിൻപറ്റിയില്ല. പ്രവാചകനെ അവർ അനുസരിച്ചില്ലെങ്കിലും പ്രവാചകനെ അവർ സ്നേഹിച്ചു, അവർ ഇഷ്ടപ്പെട്ടു. മുഹമ്മദേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന്റെ താഴ്വരയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ? നിങ്ങൾ അത് കേൾക്കുമോ? ഈ മലയുടെ അപ്പുറത്തു നിന്ന് നിങ്ങളെ ഒരു സൈന്യം ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? എന്താ അവര് പറഞ്ഞത്? മുഹമ്മദേ, നീ ഇതുവരെ ഞങ്ങളോട് കളവ് പറഞ്ഞിട്ടില്ല, നീ മാന്യനാണ്, അതുകൊണ്ട് നീ പറയുന്നത് ഞങ്ങൾ കേൾക്കും, ഞങ്ങൾ വിശ്വസിക്കും. ഇത് ഈ ആമുഖത്തോടു കൂടിയാണ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന സത്യം അവിടെ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ സത്യസന്ധനെന്നു പറഞ്ഞവർ, അതുവരെ നന്മയുള്ളവനെന്നു പറഞ്ഞവർ, പഞ്ചായത്തിനു വേണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചവർ പിന്നീട് പറയുന്നത് എന്താണ്? നീ കദ്ദാബാൻ, നീ മജ്നൂനാൻ, നീ സാഹിറാൻ, നീ ഷായിറാൻ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിലേക്ക് മാത്രം ആരാധനകൾ സമർപ്പിക്കണം. അവർ അള്ളാഹുവിനെ ആരാധിക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താ? അള്ളാഹു ആണെന്ന് പറയും. മഴ വർഷിപ്പിക്കുന്നതാരാ? അള്ളാഹു ആണെന്ന് പറയും. കാറ്റിലും കോളിലും കപ്പല് ഇടുമ്പോ അവർ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നു. പിന്നെ എന്താ അവരുടെ പ്രശ്നം? എന്നാൽ അവരെ കടലിൽ നിന്നും കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അതാ അവിടെ അവർ ശിർക്ക് ചെയ്യുന്നു, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു എന്ന് ഖുർആൻ തന്നെ തെര്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ പ്രശ്നം? അവർ പറഞ്ഞത് എന്താ? ഞങ്ങൾ എന്തിനാ അവരോട് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് അവരോട് സഹായം തേടുന്നത്? എന്തിനാണ് ഞങ്ങൾ ഇടയാളന്മാരെ സ്വീകരിക്കുന്നത്? ഞങ്ങളിലേക്ക് അവരെ ഒരു അടുപ്പിക്കാൻ. എന്തിനാ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കണേ? എന്തിനാ ബദരീങ്ങളെ വിളിക്കണേ? യാ അഹ്ല ബദറ ശുഹദ എന്ന് വിളിച്ചുകൊണ്ട് ബദരീങ്ങളെ ആണ്ടെന്ന് പറഞ്ഞ് ആ ബിദ്അത്തായ പ്രവർത്തനം, ശിർക്കിന്റെ വരികളിലൂടെ കടന്നു പോകുന്ന ആ പ്രവർത്തനം, ആ വിളിക്കുന്നത് എന്തിനാണ്? ബദരീങ്ങൾ അല്ലാഹുവിലേക്ക് സാമീപ്യം ഉണ്ടാക്കി തരും. അതല്ലേ വിശുദ്ധ ഖുർആൻ നോമ്പിനോടനുബന്ധിച്ച് നോമ്പുമായി വിശദീകരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പറഞ്ഞത് സമീപസ്ഥനാണ് ഞാൻ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിയാന്മാരോട് പറയുക നബിയെ, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. സമീപസ്ഥനായ ഒരാളുടെ, അടുത്തുള്ള ഒരാളുടെ ഇടയിലേക്ക് ഒരാളെ വെക്കുമ്പോഴല്ലേ അകലമുണ്ടാവുക? അകലുന്നത് അങ്ങനെയല്ലേ എന്ന് അല്ലാഹ് പറയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്. അത് ബദരീങ്ങളെ വിളിക്കാൻ, ശിർക്ക് ചെയ്യാൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ആരോടാ പ്രാർത്ഥിച്ചത്? ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, റമദാൻ ഇങ്ങനെ അവസാനിക്കാൻ പോകാൻ. റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മളെല്ലാം പാപം ചെയ്യുന്നവരാ.
കുല്ലു ബിനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. മനുഷ്യരെല്ലാം, ആദമിന്റെ മക്കളെല്ലാം പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണ്. അഷ്റഫുൽ ഖൽഖായ റസൂൽ പറയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാനുള്ള അവസരമാണ്, ഇസ്തിഗ്ഫാർ നടത്താനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റസൂൽ പറയുന്ന, നമ്മളേറെ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്, മൻ അദ്റക റമളാന ഫലൻ യുഗ്ഫറ ലഹു ഫഅബഅദഹു അല്ലാഹ്. പരിശുദ്ധ റമളാൻ സമാഗതമായിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഒരാളിൽ നിന്ന് റമളാൻ കഴിഞ്ഞുപോയി എങ്കിൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാൻ. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ പറയുന്നത് സൃഷ്ടികളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തട്ടാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ എത്രയോ പാപങ്ങൾ ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിലേക്ക് ഒരുപാട് പാപങ്ങൾ വന്നവരാണ്. ആ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഈ സമയത്തുണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ആത്മശുദ്ധി വരുത്തുന്നവരെയും അഥവാ തൗബ ചെയ്യുന്നവരെയും പശ്ചാത്തപിക്കുന്നവരെയും അതുപോലെ തന്നെ വൃത്തിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വൃത്തി എന്നൊരു ഭാഗം വിശദമായി വിശദീകരിക്കേണ്ടതാണ്. ഇസ്ലാം ശുദ്ധിയുടെ വൃത്തിയുടെ മതമാണ്. 5 നേരവും പല്ല് തേക്കണമെന്ന് പഠിപ്പിച്ച മതമാണ്. അതിന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ അത് നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ, അത്വഹൂറു ശത്റുൽ ഈമാൻ, അത്വഹൂറു നിസ്ഫുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്, ഈമാനിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികളാണ് നമ്മൾ. അതുപോലെ തന്നെ ബാഹ്യമായ ശുദ്ധിക്കപ്പുറം ആത്മീയമായ ശുദ്ധി ഉണ്ടാകണം. അതാണ് തഖ്വ. അതാണ് റമദാനിലൂടെ നേടിയെടുക്കുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളത്. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ട് ആ തഖ്വ ഉണ്ടാവുകയും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യും. അതിന് തൗബ വേണം, ഇസ്തിഗ്ഫാർ വേണം. നോക്കൂ, നിങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാർ വലിയ വലിയ തെറ്റുകളൊന്നും ചെയ്തവരല്ല. അവർ ചെറിയ ചെറിയ അബദ്ധങ്ങൾ, അവരിൽ വന്ന അബദ്ധങ്ങൾക്ക് അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടാണ്. അതിന്റെ പിന്നെ പ്രാർത്ഥന നമ്മൾക്കെല്ലാം മനഃപ്പാടമുള്ളതാണ്. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. നോക്കൂ, നിങ്ങൾ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചതാരോടാ? ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ പ്രവാചകൻ, ഒന്നാമത്തെ അബദ്ധം അവിടെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്. റബ്ബന എന്നാ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, വഇല്ലം തഗ്ഫിർ ലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. നാഥാ, നീ പുറത്തു തന്നില്ലെങ്കിൽ, നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞാൻ നഷ്ടകാരിൽ പെട്ടുപോകും. റബ്ബി ഗ്ഫിർ ലി റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലി. മൂസാ നബിയുടെ പ്രാർത്ഥനയാണ്, എന്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ ഇതാ അക്രമം കാണിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറത്തു തരേണമേ. നോക്കൂ, മൂസാ നബിയുടെ പ്രാർത്ഥന, യൂനുസ് നബിയുടെ പ്രാർത്ഥന. കടലിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, മീനിന്റെ വയറാകുന്ന ഇരുട്ട്, ഈ 3 ഇരുട്ടറകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് റബ്ബിനെ വിളിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ഇതാ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. മാപ്പാക്കണം, പുറത്തു തരണം. ആരോടാ പ്രാർത്ഥിക്കുന്നത്? പാപം പൊറുക്കാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? നബിദിനാഘോഷം കടന്നു വന്നപ്പോ നബിദിന റാലിയിൽ നമ്മൾ കേട്ട പ്രാർത്ഥന ആരോടാ? നബിയോടല്ലേ പ്രാർത്ഥിച്ചത്? അവരുടെ അർത്ഥം പറഞ്ഞു, കുറ്റമെന്ന വാനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ആരോടാ പ്രിയപ്പെട്ടവരെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോടാണ്. ഇതാ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഏതെങ്കിലും ഒരു സ്വഹാബി, ഏതെങ്കിലും ഒരു താബിഈ, ഏതെങ്കിലും ഒരു താബിഈ ആരോടെങ്കിലും അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല എന്നത് സത്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഉമ്മത്ത് വഴികേടിലായത്? നമ്മൾ ചിന്തിക്കണം. നോക്കൂ, മഹാനായ അഷ്റഫുൽ ഖൽഖായ പാപ സുരക്ഷിതനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം റസൂൽ പറയാൻ, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ്, ഏ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. എന്നിട്ട് റസൂൽ പറയാൻ, ഫഇന്നി അതൂബു ഇലൈഹി മിഅത മറ,
ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് പാപമോചനം ഇസ്തിഗ്ഫാർ തൗബ നടത്തുന്നവനാണ്. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. എന്താ തൗബ? അള്ളാഹുവേ എനിക്ക് പുറത്തു തരണം, ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. ഇതാണ് ഖുർആൻ തന്നെ പറഞ്ഞു നമ്മളോട്, വതൂബു ഇലല്ലാഹി ജമീഅ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ, സാഹചര്യങ്ങളിൽ, സന്ദർഭത്തിന് അടിമപ്പെട്ടുകൊണ്ട് സാഹചര്യങ്ങളുടെ അതിപ്രസരത്തിൽ നമ്മൾ ചെയ്തു പോയ തിന്മകൾ റബ്ബിനോട് ഏറ്റു പറയാം. നമ്മൾ വിചാരിക്കുന്നത് ആരും കണ്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് അറിഞ്ഞതാണ്, അതുകൊണ്ട് എന്ന് വിചാരിച്ചിരിക്കണ്ട. എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാ സമയത്തും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ അള്ളാഹു ഇത് കാണുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അവൻ അറിയുന്നു. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാണ്. അതാണ് ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് തിന്മ ചെയ്യാൻ പറ്റും. തിന്മ ഈ ബോധമില്ലാത്ത കാലത്ത്, ജാഹിലിയ കാലത്ത് ചെയ്ത തിന്മകൾ എന്തു ചെയ്യണം? പാപം പൊറുക്കുന്നവൻ അല്ലാഹുവിടെ ഉണ്ട്. പാപം പൊറുക്കാൻ അല്ലാഹയല്ലാതെ വേറെ ആരാണുള്ളത് എന്ന് അല്ലാഹ് ചോദിക്കാം. ബദരീങ്ങളുണ്ട് ഞങ്ങൾക്ക്, മുഹീദീൻ ശൈഖുണ്ട് ഞങ്ങൾക്ക്, നബി ഉണ്ട് ഞങ്ങൾക്ക് എന്ന് പറയുന്നതിന് പകരം അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹ് പോരെ, അടിമക്ക് അല്ലാഹു പോരെ എന്ന അല്ലാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ അല്ലാഹുവേ നീ മതി ഞങ്ങൾക്ക് എന്ന് ഉത്തരം പറയാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ളൊരു ബോധ്യം. എങ്ങനെയാ നമ്മുടെ മക്കൾക്ക് അള്ളാഹിനെ കുറിച്ച് പേടിയുണ്ടാകേണ്ടത്? മക്കളെ കുറിച്ച് എല്ലാവരും ബേജാറിലാണ്, പ്രയാസത്തിലാണ്, ആശങ്കയിലാണ്. എന്റെ മകൻ വഴി പിഴച്ചു പോകുമോ എന്ന ബേജാറാണ്. കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്ക് ബേജാറാണ്, പേടിയാണ്. എവിടെയും പ്രശ്നങ്ങളാണ്. എല്ലായിടത്തും മക്കൾ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. വീട്ടിലും നാട്ടിലും സ്ഥാപനങ്ങളിലും മദ്രസകളിലും സ്കൂളുകളിലും എല്ലാം പിഴക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അവിടെ എങ്ങനെ നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്തുമെന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. യാ ബുനയ്യ ഇന്നമാ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ പുന്നാര മകനെ, എന്റെ കുഞ്ഞുമകനെ, തീർച്ചയായും കാര്യം അത് ഒരു കടുകുമണിയുടെ അത്രയോ അതിനേക്കാൾ കുറഞ്ഞതോ ഒരു പാറക്കുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായിരുന്നാലും അല്ലാഹു അത് കൊണ്ടുവരും മകനെ. അഥവാ അല്ലാഹു കാണും, അതിന് സാക്ഷ്യം നിൽക്കും. അല്ലാഹു അത് നിരീക്ഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം, ആ ബോധ്യമുള്ള നമ്മൾ നമ്മുടെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയുക, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നോക്കൂ അല്ലാഹു പറയുന്നത്, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. നിഷ്കളങ്കമായ ഖേദം, തൗബ, നിഷ്കളങ്കമായ തൗബ. നിങ്ങൾ അങ്ങനെ ഖേദിച്ചു മടങ്ങണം. ഇസ്തിഗ്ഫാറും തൗബയും രണ്ടും രണ്ടാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ എന്റെ പാപം പൊറുക്കണേ. നമ്മൾ നിസ്കാരത്തിന് ശേഷം സലാം കിട്ടി എന്താ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതുപോലെ മര്യാദയ്ക്ക് നമ്മൾ പറയുന്നുണ്ടോ എന്നത് സംശയം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ട് ആ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കണേ എന്നാണ്. എന്നാൽ തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു മടങ്ങുകയാണ്. നമ്മൾ ചെയ്ത തിന്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ചെയ്ത സ്ഥലങ്ങളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തുടിക്കുന്ന ഹൃദയത്തോടെ, വിറക്കുന്ന കൈകളോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ, കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം. ഞാൻ ചെയ്ത ഇന്നിന്ന തെറ്റുകൾ, ഇന്നിന്ന സമയത്ത് ചെയ്ത തെറ്റുകൾ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം. ഞാൻ ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ലെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി അതിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം തരല്ലേ എന്ന് യാചിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങും. ഇതിനാണ് തൗബ എന്ന് പറയാം.
അതായത് ഖുർആൻ തന്നെ പറഞ്ഞു ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പൊറുക്കലിനെ തേടുകയും പിന്നെ അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യണം. അപ്പൊ തൗബ ഇസ്തിഗ്ഫാർ നടത്തി ഖേദിച്ചു മടങ്ങുമ്പോഴാണ് ഇസ്തിഗ്ഫാറും തൗബയും ആവുക. അപ്പൊ അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളെ ജീവിതത്തിൽ വന്ന ഒരുപാട് തെറ്റുകൾ ഓരോരുത്തരെ കൊണ്ട് നമ്മൾ ആരും സുരക്ഷിതരല്ല. അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ചെന്നുപോയ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് പാപമോചനം തേടുക, തൗബ ചെയ്യുക. ആ തൗബ അള്ളാഹു സ്വീകരിക്കും. ആ തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഏറെ ആശയുള്ള, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരു വചനം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ഏൽപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ പറയുക, സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ എൻ്റെ അടിയാന്മാരോട് പറയുക നബിയെ, എൻ്റെ അടിയാന്മാരോട് പറയുക നബിയെ, പാപികളോട് പറയുക എന്നല്ല അല്ലാഹു പറയുന്നത്. സ്വന്തത്തോട് അക്രമം ചെയ്തുകൊണ്ട് തിന്മയിലൂടെ നടന്ന് നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അടിയാന്മാരോട് പറയുക നബി. എത്ര സ്നേഹത്തോടെയാണ് അള്ളാഹു വിളിക്കുന്നത്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തെ തൊട്ട് അവർ നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അവരുടെ മുഴുവൻ പാപങ്ങളും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപികളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി എല്ലാ രാത്രിയുടെയും അന്ത്യയാമങ്ങളിൽ ഏഴാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ്സമാഇ ദുനിയ ഹീന യബ്ഖാ തുലുത്തുൽ ലൈൽ. റസൂൽ പറയാണ്, അടിമകളുടെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് കൈകൾ നീട്ടി, എന്റെ അടിമകൾ ആരുണ്ട്, പാപങ്ങൾക്ക് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, ഞാനിതാ അവരുടെ പാപം പൊറുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഗഫൂറായ വദൂദായ റഹീമായ റബ്ബ് കാത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പായി പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഇന്ന് ജനിച്ച ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ അവസ്ഥയിലേക്ക് മാറാൻ നമുക്കിതാ അവസരം വന്നിരിക്കുന്നു. ആ അവസരം ഉപയോഗപ്പെടുത്തണം. 100 പേരെ കൊന്ന മനുഷ്യന് തൗബ കൊടുത്തവനാണ്, പാപമോചനം കൊടുത്തവനാണ് അല്ലാഹു. നോക്കൂ, ഒരാൾ 99 ആളെ കൊന്നു. അങ്ങനെ അയാൾ പാപമോചനത്തിന് വേണ്ടിയുള്ള ആഗ്രഹവുമായി ഒരു മനുഷ്യനെ, ഒരു ആബിദിനെ സമീപിക്കുകയാണ്. ആ ആബിദിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എനിന്റെ പാപം അല്ലാഹു പൊറുക്കുമോ? ഞാൻ 99 ആളുകളെ കൊന്നാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, 99 ആളെ കൊന്ന നിനക്ക് തൗബയോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിരട്ടിയോടിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യനെയും അദ്ദേഹം കൊന്നുകൊണ്ട് 100 തികച്ചുകൊണ്ട് പിന്നീടും പശ്ചാത്താപ മനസ്സുമായി യാത്ര ചെയ്യുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അതേ ദൂരദിക്കിൽ വെച്ചുകൊണ്ട് ഒരു പണ്ഡിതനുമായി സംഗമിക്കുകയാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മനോവ്യത പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിന്റെ തൗബക്കും നിനക്കുമിടയിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? അള്ളാഹു നിനക്ക് പുറത്തു തരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട്, നീ ജീവിക്കുന്ന ഈ നാട്ടിൽ നിന്നും നല്ല മനുഷ്യർ ജീവിക്കുന്ന നല്ല സാഹചര്യമുള്ള നാട്ടിലേക്ക് നീ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ യാത്രയുടെ ആ സമയത്ത് വഴിയിൽ വെച്ച് മരണപ്പെടുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തിന്റെ ആത്മാവുമായി കടന്നുപോയി എന്ന് അതിന്റെ ബാക്കിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, 100 പേരെ കൊന്ന ആ മനുഷ്യനും അല്ലാഹു പാപമോചനം നൽകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ ആ റബ്ബിനോടാണ് നമുക്ക് പറയാനുള്ളത്. എത്രത്തോളം ഇഷ്ടമാണ് തിന്മകൾ ചെയ്ത് ആ മനുഷ്യൻ തൗബ ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന് എത്ര ഇഷ്ടമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു യുദ്ധത്തിന്റെ രണാങ്കണം, അവിടെ ഏതാ ഒരു കൊച്ചു പൈതലിനെ കാണാതെ ഒരു സഹോദരി ഓടി നടക്കുകയാണ്. അങ്ങനെ പരിവട്ടത്തോടും ബേജാറോടും കൂടി ഓടി നടക്കുന്നതിനിടയിൽ ആ കൈക്കുഞ്ഞിനെ ആ സഹോദരിക്ക് ലഭിക്കുമ്പോ, ആ സ്വഹാബ വനിതയ്ക്ക് ലഭിക്കുമ്പോ അവർ തന്റെ മാറോട് ചേർത്ത് പരിസരബോധം മറന്ന് ആ കുട്ടിക്ക് സന്യം നൽകുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് ആ സന്ദർഭത്തിൽ ഒരു ഉപദേശം നൽകുന്നു. ആ സഹോദരി, ആ സ്ത്രീ, ആ കുഞ്ഞിനെ ആ തീയിലേക്ക് എറിയും, അതല്ലെങ്കിൽ ഒരു തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല റസൂലേ, ഒരിക്കലും അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആ സ്ത്രീക്ക് ഒരിക്കലും എന്റെ കുഞ്ഞിനെ തീയിലേക്ക് എറിയാൻ സാധ്യമല്ല. എന്നാൽ അതിനേക്കാൾ ആ സ്ത്രീയോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷിതാവിന് നമ്മോടുള്ളത്. നമ്മൾ പറയുന്നു എന്റെ ഭർത്താവ് എന്നെ ഏറെ സ്നേഹിക്കുന്നു, എന്റെ ഉപ്പ എന്നെ ഏറെ സ്നേഹിക്കുന്നു, എന്റെ മകൻ എന്നെ ഏറെ സ്നേഹിക്കുന്നു, എന്റെ ഭാര്യയാണ് എന്നെ ഏറെ സ്നേഹിക്കുന്നത്, എന്റെ ഭർത്താവാണ് എന്നെ ഏറെ സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ സ്നേഹമെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജി. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ആയത്തുകൾ. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤوي ومن في الأرض جميعا ثم ينجي. അവിടെ എല്ലാവരെയും കാണിക്കപ്പെടും. ബന്ധുക്കളെ, മക്കളെ, ഭാര്യ, ഭർത്താവിനെ, പിതാവിനെ, മാതാവിനെ എല്ലാവരെയും കാണിക്കപ്പെടുമ്പോ ഓരോ വ്യക്തിയും വിചാരിക്കുകയാണ്, മുജ്രിം വിചാരിക്കുകയാണ്, ഫാസിഖ് വിചാരിക്കുകയാണ്, തെമ്മാടി വിചാരിക്കുകയാണ്, ഈ നരകത്തിലേക്ക് എന്റെ ഉമ്മയെ നൽകി, ഉപ്പയെ നൽകി, മകനെ നൽകി, ഭാര്യയെ നൽകി, ഭർത്താവിനെ നൽകി. അല്ല, വമൻ ഫിൽ അർളി ജമീഅൻ തുമ്മ യുൻജി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നൽകി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയെങ്കിൽ എന്ന് വിചാരിക്കുന്ന ലോകം. അതുകൊണ്ട് നമ്മയേറെ സ്നേഹിക്കുന്ന വദൂദായ ഗഫൂറായ റബ്ബിനോട് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, വിശ്വാസരംഗം ക്ലിയർ ആകാതെ നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല. കർമ്മരംഗം സ്വീകരിക്കണമെങ്കിൽ ഇത്തിബാഉ റസൂൽ വേണം, റസൂലിന്റെ മാതൃക വേണം. ഇതാ റമദാൻ കടന്നു വന്നപ്പോ നമ്മളെല്ലാ റമദാനിലും കേൾക്കുന്നതാണ്, ഒന്നാമത്തെ 10 പ്രാർത്ഥന, രണ്ടാമത്തെ 10 പ്രാർത്ഥന, മൂന്നാമത്തെ 10 പ്രാർത്ഥന. ഇങ്ങനെ ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഒന്നാമത്തെ 10 രണ്ടാമത്തെ 10 റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദൂതനെ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന പ്രാർത്ഥന അധികരിപ്പിച്ചോ ആയിഷ എന്ന് റസൂല് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. ഈ അവസാനത്തെ 10 സ്വഹീഹായ രൂപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നോമ്പുമായി ബന്ധപ്പെട്ട്. എന്നാൽ ബിദ്അത്തിന്റെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. പ്രാർത്ഥന അർത്ഥം തെറ്റുള്ളതൊന്നുമല്ല, പക്ഷേ റസൂൽ പഠിപ്പിച്ചു എന്ന രൂപത്തിൽ അത് ചൊല്ലിയാൽ ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ എല്ലാ ഖുതുബകളിലും പ്രഭാഷണങ്ങളും പറഞ്ഞതാണ്. അത് മുഖവിലക്കെടുക്കണം. മാത്രവുമല്ല, ഒരു പുതിയ ബിദ്അത്ത് കടന്നു വന്നു. ബദരീങ്ങൾ ആണ്ട് കഴിക്കുന്നതും ചോറ് വെച്ച് വിളമ്പുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഓരോ വർഷം. പുതിയ ബിദ്അത്ത് ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ നമ്മൾ പ്രത്യേകമായ ഒരു നിസ്കാരം ഇതാ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? രാത്രി 2 റക്അത്ത് നിസ്കാരം. ആ നിസ്കാരത്തിൽ വജ്ജഹത്ത് അഥവാ പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞാൽ, ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് 7 പ്രാവശ്യം പാരായണം ചെയ്യാം. ഒരു റക്അത്ത് പൂർത്തിയാക്കുന്നു, രണ്ടാമത്തെ റക്അത്തിൽ വീണ്ടും അത് ആവർത്തിക്കുന്നു. എന്നിട്ട് സലാം വീട്ടിയതിനു ശേഷം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ് റസൂൽ പഠിപ്പിച്ച ദിക്റാണ്. ഇസ്തിഗ്ഫാറിനും പാപമോചനത്തിനും തൗബയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. 70 പ്രാവശ്യം ചെല്ലണം. ഇതിന്റെ മഹത്വം എന്താണ്? അവന്റെ പാപം പുറത്തു കൊടുക്കും. മാതാപിതാക്കളെ പാപം പുറത്തു കൊടുക്കും. മാത്രമല്ല, ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെയും നിസ്കരിക്കുന്നവന്റെയും അവന്റെ മാതാപിതാക്കളുടെയും പാപം പൊറുക്കും. മാത്രമല്ല, ഈ നമസ്കാരം നിർവഹിച്ച ആളുകൾക്ക് വേണ്ടി പ്രത്യേകം അള്ളാഹു മലക്കുകളെ നിയോഗിക്കും. എന്നിട്ട് ഇവർക്ക് സ്വർഗീയമായ മരം അവർ നട്ടുപിടിപ്പിക്കും. അവർക്ക് സ്വർഗത്തിൽ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് ഈ നിസ്കാരത്തിന്റെ പോരിശ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി കറിയാത്ത വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. നബി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയും. നബിക്ക് പോലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാൻ പറ്റൂല. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂൽ സംസാരിക്കുന്നത് എന്ന് ലോകത്തിന്റെ രക്ഷിതാവ്. ഇനി നബി എങ്ങാനും അങ്ങനെ പറഞ്ഞാൽ റസൂലിന്റെ കണ്ടനാടി ഞാൻ അറുത്തു കളയുമെന്ന് അല്ലാഹു ഖുർആനിൽ താക്കീത്. എന്നിട്ട് ആ റസൂൽ പറയാത്ത കാര്യം ഇവിടെ നമ്മുടെ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുകയാണ്. ആരാണിത് പഠിപ്പിച്ചത്? എവിടെയാണ് ഇതുള്ളത്?
മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, പലരും പഠിപ്പിച്ചിട്ടുണ്ട്, പ്രതിഫലമുണ്ട്. ആരാ പറഞ്ഞതെന്നില്ല, നമ്മൾ പരിശോധനാ വിധേയമാക്കി. അപ്പൊ കണ്ടതെന്താണ്? മുഹമ്മദ് ബാക്കിറു മജ്ലിസി എന്ന് പറയുന്ന ഒരു ശിഈ പണ്ഡിതനാണ് സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയത്. ഒന്നത് അയാളാണ് പറഞ്ഞത്. പിന്നെ അബ്ബാസിൽ ഖമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അതും ഷിയ പണ്ഡിതനാണ്. മഫാത്തിഹുൽ ജിനാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. ആരാ പ്രിയപ്പെട്ടവരെ ഷിയാക്കൾ? ആരാണ് ഷിയാക്കൾ? നമ്മൾ പഠിക്കണം. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മൾ പഠിക്കണം. ആരാണ് ഷിയാക്കൾ? അള്ളാഹുവിന്റെ റസൂലിനെ ആ പ്രവാചകത്വം ലഭിക്കേണ്ടിയിരുന്നത് അലിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനാണ് പ്രവാചകത്വം ലഭിക്കേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാമിന് ആളുമാറിയിട്ടാണ് മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി നൽകിയത്, നുബുവത്ത് നൽകിയത് എന്ന് വാദിക്കുന്നവർ. ഒന്നാം ഖലീഫ അലിയാണാകേണ്ടിയിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും തട്ടിയെടുത്തതാണ് ഖിലാഫത്ത് എന്ന് വാദിക്കുന്നവർ. നമ്മൾ വിളിക്കുന്ന ആദാനുണ്ടല്ലോ, ആ ആദാൻ അല്ല അവരുടെ ഷിയാക്കളുടെ ആദാൻ. വഅശ്ഹദു അന്ന അലി വലിയുല്ലാഹ് എന്നതുകൂടി അവരുടെ ബാങ്കിൽ പിറ്റേന്ന്. ഈ ബാങ്ക് എന്ന പദം പോലും ഷിയാക്കളിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. ആഗ്രഹമുണ്ടല്ലോ നമ്മൾ, അതാന്നാണ് നമ്മളോടൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതുപോലും ഷിയാക്കളിൽ നിന്നുണ്ടാവാം. പിന്നെയോ 3 സ്വഹാബികളെ കഴിച്ചു ബാക്കിയുള്ളവരെല്ലാം മുർത്തദും കാഫിറുമാണെന്ന് വാദിക്കുന്നവർ. അവരുടെ പേര് കേൾക്കുമ്പോ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്ന് പറഞ്ഞ് റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ജീവിച്ചിരിക്കെ സന്തോഷ വാർത്ത അറിയിച്ച ആ സ്വഹാബാക്കൾ അടക്കമുള്ള ആളുകളെല്ലാം മുർത്തദും കാഫിറുമാണ്. അവരുടെ പേര് കേൾക്കുമ്പോ ലഅനത്ത് ചൊല്ലുന്നവരാണ് ഷിയാക്കൾ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ ചീത്ത പറയുന്നവരാണ് അവർ. നോക്കൂ നിങ്ങൾ, ആരാ സ്വഹാബാക്കൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചു. എന്റെ സ്വഹാബാക്കൾ ഒരു മുദ്ദോ അതല്ലെങ്കിൽ അതിന്റെ പകുതിയോ ചെലവഴിച്ചു. അവർ ചെലവഴിച്ച ഒരു മുദ്ദിനോ അതിന്റെ പകുതിക്കോ നിങ്ങൾ ഒരു ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അവിടേക്ക് എത്തുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ. വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷം ദൈവദൂതർക്കെതിരാവുകയും വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അവനെ തിരിഞ്ഞിടത്തേക്ക് നുവല്ലിഹി മാ തവല്ല നുസ്ലിഹി ജഹന്നം, തിരിഞ്ഞിടത്തേക്ക് തിരിക്കും. വസാഅത് മസീറാ, അവനെ നരകത്തിലിട്ട് കരിക്കും. വസാഅത്ത് മസീറ, അവന്റെ സങ്കേതം എത്ര മോശമാണ്. ആ ഗൈറ സബീലിൽ മുഅ്മിനീൻ ആരാ? തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബാക്കളാണ്. നബിയുടെയും സ്വഹാബത്തിന്റെയും മാർഗം സ്വീകരിക്കാതെ മാറി നടന്നവനെ തിരഞ്ഞെടുത്തേക്ക് തിരിക്കുമെന്ന് റസൂൽ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ സ്വഹാബാക്കളെ കുറിച്ചാണ് അവർ ലഅനത്ത് പറയുന്നത്, ശാപപ്രാർത്ഥന നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരം മതത്തിന്റെ പേരിൽ പുണ്യം കിട്ടുമെന്ന് പഠിപ്പിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും? ഇത്തരം വൈരുദ്ധ്യങ്ങളെ, വ്യതിയാനങ്ങളെ കരുതിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം ക്ലിയറാകണം. നമ്മുടെ ഇത്തിബാവ്, റസൂലിന്റെ ഇത്തിബാവ് വേണം, ഇഖ്ലാസ് വേണം. നിഷ്കളങ്കമായി ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം, ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല. അപ്പം അതുകൊണ്ട് നിയ്യത്ത് ക്ലിയറാക്കി നല്ല രൂപത്തിൽ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് ഈ പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. സമയമായിട്ടുണ്ടോ? നിർത്താനായോ? അപ്പം അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദ്റിന്റെ ഈ രാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം. സദഖ കൊണ്ടും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൊണ്ടും ഇസ്തിഗ്ഫാറുകൾ കൊണ്ടും ഖുർആൻ പാരായണം. 25ാമത്തെ നോമ്പാണ്. നമ്മൾ എത്ര ഖുർആൻ പാരായണം നിർവഹിച്ചു? ഖത്തം തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമളാനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. പെട്ടെന്നത് കടന്നു കഴിഞ്ഞുപോയി, നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആയുസ്സും ദുനിയാവും അങ്ങനെ തന്നെയാണ്. ഒരു മുക്കുവൻ്റെ കഥ പറയാറുണ്ട്. അയാൾ എല്ലാ ദിവസവും പോകുന്നത് പോലെ മീൻ പിടിക്കാൻ പോയി കടലിൽ നിന്ന് മീനും കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വീട്ടിലേക്ക് ആവശ്യമായ മീനും കൊണ്ടുവന്നത് ഭാര്യയെ ഏൽപ്പിച്ച്, ഭാര്യ അത് നന്നാക്കുന്നതിനിടയിൽ ഒരു കല്ല് കിട്ടാൻ, ഒരു നല്ല തിളക്കമുള്ള കല്ല്. ആ കല്ലുമായി അദ്ദേഹം സന്തോഷത്തോടു കൂടി
ഗ്രാമത്തിലേക്ക് പോകാൻ. ഗ്രാമത്തിൽ ചെന്ന് അത് അവിടെയുള്ള മാർക്കറ്റിൽ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് നല്ല വിലപിടിപ്പുള്ളൊരു കല്ലാണ്, ഇതിന് തത്തുല്യമായ സംഖ്യ തരാൻ, പണം തരാൻ ഞങ്ങളെടുത്തില്ല, നീ ഇത് വലിയ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പട്ടണത്തിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ അത് സമർപ്പിച്ച സമയത്ത് അവർ പറഞ്ഞു, ഇതിന് തത്തുല്യമായ സംഖ്യ തരാൻ ഞങ്ങളെടുത്ത് ഇല്ല, അതുകൊണ്ട് ഇതിന് പ്രത്യുപകാരം തരാൻ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുത്ത് പോയാൽ തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ട് രാജാവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്ന് ഇത് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചില്ലറക്കാശിൻ്റെ സംഗതിയല്ല, ഇത് ഈ ഖജനാവ് മുഴുവൻ നിനക്ക് തന്നാലും അതിന് പകരമാവില്ല, അതുകൊണ്ട് അതാ എൻ്റെ ഖജനാവ്, അവിടെ അതാ സ്വർണവും വെള്ളിയും രക്തങ്ങളൊക്കെ നിറച്ചു വെച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടതിൽ നിന്ന് എടുക്കാം. അതിനാവശ്യമായ സഞ്ചികളും പാത്രങ്ങളും ഒക്കെ അദ്ദേഹം അയാൾക്ക് നൽകി. എന്നിട്ടൊരു സമയം കൊടുത്തു, 6 മണിക്കൂർ തരാം, ഈ 6 മണിക്കൂറിനുള്ളിൽ നീ അതൊക്കെ നിനക്ക് ആവശ്യമായത് എടുത്തിട്ട് നിനക്ക് പോകാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 6 മണിക്കൂർ ഒന്നും ആവശ്യമല്ല, ഒരു 1-2 മണിക്കൂർ തന്നെ ധാരാളം മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ റൂം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ആ റൂം അദ്ദേഹം കണ്ടു, നിറയെ സ്വർണവും വെള്ളിയും രത്നങ്ങളും നിറഞ്ഞ ആ റൂം അദ്ദേഹം കാണാൻ. തൊട്ടടുത്തുള്ള റൂമിലേക്ക് എത്തി നോക്കി. അവിടെ അതാ നല്ല കട്ടിലും സോഫയും നല്ല മിനുത്ത സോഫയും ശീതീകരിച്ച റൂമുമാണ്. അതിന് തൊട്ടടുത്ത റൂമിലേക്ക് ഒന്ന് എത്തി നോക്കിയപ്പോൾ അവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ്, കൊട്ടാരമാണ്, കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം. അദ്ദേഹം 1 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ആ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ അദ്ദേഹം തൊട്ടടുത്ത റൂമിലേക്ക് വന്നപ്പോൾ ആ ശീതീകരിച്ച തണുപ്പും അതിലെ സുഖലോലുപതയും ഒക്കെ കണ്ടപ്പോൾ അല്പം കിടക്കാമൊന്ന് മയങ്ങാമെന്ന് വിചാരിച്ചു. അദ്ദേഹം അവിടെ ഉറങ്ങിപ്പോയി. 6 മണിക്കൂർ കഴിഞ്ഞ് ആ കൊട്ടാരത്തിലെ പാറാവുകാർ വന്ന് തട്ടിയുണർത്തി, ഇതാ നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവർ, ഈ കഥയും റമളാനുമായി ഒന്ന് കണക്ട് ചെയ്യണം. ഈ കഥയും നമ്മുടെ ദുനിയാവുമായി ഒന്ന് കണക്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. റസൂല് പറഞ്ഞു, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറ, ഈ ദുനിയാവ് പച്ച പിടിച്ചതും മധുരമുള്ളതുമാണ്. റസൂല് പറയാണ്, നിങ്ങളെ ഈ അള്ളാഹു പറഞ്ഞതായി പറയാൻ, ഈ ഭൂമിയിലെ കൈകാര്യകർത്താക്കളാക്കിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട്, അള്ളാഹു നോക്കിക്കൊണ്ട്, ഈ ദുനിയാവ് പച്ച പിടിച്ച മധുരമുള്ള ഈ ദുനിയാവിൽ നമ്മളെ കൈകാര്യകർത്താക്കളാക്കി നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫത്തഖുദ്ദുന്യ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം, ഫത്തഖുന്നിസാ, സ്ത്രീകളെയും സൂക്ഷിക്കണം. വലിയ ഗൗരവമുള്ള വാക്കാണ്. ഇന്നിന്റെ കാലത്ത് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്കെല്ലാം സ്പഷ്ടമാണ് ഇതിന്റെ ആശയം. നോക്കൂ, ദുനിയാവിലുള്ള ഒരു വിഭവം തന്നെയാണ് സ്ത്രീ. പക്ഷെ എന്തുകൊണ്ട് സ്ത്രീയെ സൂക്ഷിക്കണമെന്ന് പിന്നെ പ്രത്യേകം പറഞ്ഞു? സ്ത്രീകളുടെ ഫിത്ന അത്രത്തോളം വലുതാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഇന്ന ഫിത്നതി ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ, ബനു ഇസ്രായേൽ ആദ്യമായി ഫിത്ന ആരംഭിച്ചത് സ്ത്രീകളുടെ വിഷയത്തിലാണ്. ധാര പറയുന്നത്, റസൂൽ പറഞ്ഞു, ഈ ദുനിയാവ് മുഴുവൻ വിഭവമാണ്. അദ്ദുനിയ മതാഉൻ ഖൈറു മതാഉദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. അത് റസൂല പറഞ്ഞു. ദുനിയാവ് മുഴുവൻ വിഭവമാണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവം ഏതാണ്? സ്വാലിഹത്തായ സ്ത്രീയാണ്. ഈ പറഞ്ഞ റസൂല ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീ മുഖേന ഉണ്ടാകുന്ന ഫിത്നകൾ ഇതുകൊണ്ട് സൂക്ഷിക്കണം. വസ്ത്രരംഗത്ത്, സംസാര രംഗത്ത്, ഇടപഴകുന്ന രംഗത്ത്, റോഡിലൂടെ നടക്കുമ്പോൾ, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, എല്ലായിടത്തും സ്ത്രീകൾ സൂക്ഷിക്കണം. അത് ഫിത്നയാണ്. പുരുഷന്മാരോട് പ്രത്യേകം പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഈ ദുനിയാവ് നമ്മളെ മറപ്പിച്ചു കളയും. മരണത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. മരണം ഇതെല്ലാരെയും പിടികൂടും. ആ മരണത്തിന്റെ രുചി എല്ലാവരും ആസ്വദിക്കും. എന്നിട്ട് ഈ ലോകത്തുള്ള പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലം നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ് ലഭിക്കുക. എന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരോ അവരാണ് വിജയിച്ചിട്ടുള്ളവർ. ഇത് പറഞ്ഞിട്ടുള്ള പറയുന്നതാണ്, ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പളവളപ്പും ആനന്ദവും കണ്ടിട്ട് മതിമറന്ന് ജീവിക്കേണ്ട. മരണപ്പോ ഇവരെ അറിയില്ല. നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നൊരാളും അറിയുകയില്ല. നാളെ എവിടെ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയൂല. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ അവസാനത്തെ റമളാനാണോ ആര് കണ്ടു? കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ ഇല്ല.
നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഉമ്മമാരിൽപ്പെട്ടവർ, ഉപ്പമാരിൽപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങളിൽപ്പെട്ടവർ, അയൽവാസികളിൽപ്പെട്ടവർ, നാട്ടുകാരിൽപ്പെട്ടവരിൽ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. റമളാനിന് വേണ്ടി ഇഫ്താർ സംഗമങ്ങൾ നടത്താൻ, വിജ്ഞാനവേദി നടത്താൻ, അഹ്ല റമളാൻ നടത്താൻ, ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യാൻ ഇതിനുവേണ്ടി ഓടിച്ചാടി നടന്നവർ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ നമ്മളിൽ നിന്നല്ല വിട പറയുന്നത്, നമ്മൾ റമളാനിൽ നിന്ന് നമ്മളാണ് വിട പറയുന്നത്. റമളാൻ ഓരോ വർഷവും കടന്നു വരും, നമ്മൾ മരണപ്പെട്ടാലും റമളാൻ വരും. പക്ഷേ നമ്മളാണ് റമളാനിനോട് വിട പറയുന്നത് എന്ന ബോധം വേണം. ഇതെന്റെ അവസാനത്തെ റമളാനാണെന്ന ബോധത്തോടുകൂടി ശേഷിക്കുന്ന ദിവസങ്ങളെ തൗബക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അതുപോലെ തന്നെ സ്വതക്കക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, സകാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അത് നിർവഹിക്കാൻ. പ്രിയപ്പെട്ടവരെ, 4ാമതാണ് റമളാൻ ഇസ്ലാം കാര്യങ്ങളിൽ. അതുകൊണ്ട് 1ാമത്തേത് ക്ലിയർ ആക്കണം, പിന്നീട് 2ാമത്തേത് ക്ലിയർ ആക്കണം. നിസ്കാരം ക്ലിയർ ആയാൽ പിന്നെ സകാത്താണ് നിർവഹിക്കേണ്ടത്. നിസാബെത്തിയവരാണെങ്കിൽ അത് വീട്ടാതെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. 4ാമത്തേത് നിർവഹിച്ചിട്ട് 4ാമത്തെ നോമ്പ് നിർവഹിക്കാതെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഓർഡറിൽ മുൻഗണനാക്രമം ക്രമീകരിച്ചു കൊണ്ട് നമ്മൾ ജീവിതത്തിൽ അത് പുലർത്തി പാലിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്രമങ്ങളെല്ലാം നമ്മളിൽ നിന്നും സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളിൽ നിന്നുണ്ടാകേണ്ട റബ്ബന തഖബ്ബൽ മിന്ന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബാലയത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹുവേ, അല്ലാഹ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ തൗബ ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഒരു ശുദ്ധ മനസ്സിൻ്റെ ഉടമകളായി മാറാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുമാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികൾ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഫലസ്തീനിലും ഇറാനിലുമെല്ലാം അവർക്കെല്ലാം അല്ലാഹുവേ നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവർക്ക് നീ സമാധാനം നൽകണമേ റഹ്മാനെ. അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരുടെ ശത്രുക്കൾക്കെതിരിൽ അവർക്ക് നീ ശക്തി പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരുടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അവരുടെ കുതന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ തിരിച്ചുവിടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد صلى الله عليه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ആരെങ്കിലും അത് അലൈഹിസ്സലാം.